ഹായ് ഓൾ. അപ്പൊ ബോച്ചേറ്റി ലക്കി ഡ്രോയുടെ അടുത്ത വിന്നറുടെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോച്ചേറ്റി വാങ്ങുന്ന ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് 25 കോടിയുടെ ബമ്പർ പ്രൈസ് ആണ്. 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്, കാറുകൾ, ഫ്ലാറ്റുകൾ, ഡെയിലി തൗസൻഡ്സ് ഓഫ് ക്യാഷ് പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് വൈകിപ്പിക്കണ്ട, വിന്നറെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ ഫിറോസ്, ഇത് ബോച്ചേറ്റിന്നാണ് വിളിക്കുന്നത്. അതെ അതെ, ബോച്ചേറ്റി വാങ്ങിയിട്ടുണ്ടായില്ലേ? ഓക്കെ, അപ്പൊ ബോച്ചെ സാർ പറഞ്ഞിട്ട് വിളിക്കാണ്. എങ്ങനെ? അതൊരു കാര്യം പറയാനായിട്ടാണ്, ഒരു സർപ്രൈസ് ന്യൂസ് പറയാനായിട്ടാ. ഓക്കെ, സാറ് വീട് എവിടെയാ? കണ്ണൂരാണ്. ബോച്ചേറ്റി സ്ഥിരമായിട്ട് വാങ്ങാറുണ്ടോ? 1 month ആയി. ഓക്കെ, ഏകദേശം എത്ര പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവും? ഏകദേശം ഇപ്പൊ ഞാൻ കഴിഞ്ഞ 3-5 days പകരം 20 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ ഓർഡർ. ഓൺലൈനിലാണോ? ഓക്കെ ഓക്കെ. പോയിട്ട് കളക്ട് ചെയ്യാം. എങ്ങനെയുണ്ട് അഭിപ്രായം? നല്ല ടീയാണോ? നല്ല ടീയാണ്. ഓക്കെ ഓക്കെ. സമ്മാനം എന്തെങ്കിലും അടിച്ചോ? സമ്മാനം 500 അങ്ങനെ അടിക്കുന്നുണ്ട്. അടിക്കാറുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ 500 100 ഒക്കെ അടിച്ചിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു 10 lakh ക്യാഷ് പ്രൈസും കൂടെ അടിച്ചിട്ടുണ്ട്. അതെ അതെ, അത് പറയാനായിട്ടാണ് വിളിച്ചത്. അല്ല, ബോച്ചെ സാർ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പിന്നെ നമ്മളെ എങ്ങനെ എല്ലാരെയും വിളിക്കാൻ പറ്റാത്തോണ്ട് നമ്മളെ ഏൽപ്പിക്കുകയാണ്. പറഞ്ഞേൽപ്പിച്ചിട്ട് അങ്ങനെ കുറച്ചുപേരെ നമ്മൾ വിളിക്കുന്നു. അതെ, കാറ് കൊടുക്കുന്നുണ്ടല്ലോ, കാറ് കൊടുക്കുമ്പോഴൊക്കെ ബോച്ചെ സാർ ഡയറക്റ്റ് ആണ് വിളിക്കല്. അതെ അതെ. ഓക്കെ, എന്താ സന്തോഷമൊന്നും കാണാനില്ലല്ലോ ഫേസില്? 10 ലക്ഷം അപ്പൊ വിശ്വാസാവാതെയാണോ സന്തോഷം കാണിക്കാത്തത്? എക്സ്പ്രസ് ചെയ്യുന്നില്ലല്ലോ. ഷോക്കായിട്ടാണോ? ഓക്കെ ഓക്കെ. സാറ് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പൊ ഉണ്ടോ? അവിടെ ഉണ്ടോ? ആണോ? ഉമ്മ ഉണ്ടോ അവിടെ? ഓക്കെ, കാണാൻ പറ്റുമോ? നമുക്ക് ഈ സന്തോഷ വാർത്ത ആളെയും കൂടെ ഒന്ന് അറിയിക്കാം ലൈവായിട്ട് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. കാണുന്നുണ്ടോ? ഉമ്മാന്റെ ഫേസ് കാണുന്നില്ല, ഫേസ് കാണുന്നില്ല. ഹായ്. കാണുന്നുണ്ടോ? ആരെങ്കിലും മനസ്സിലായോ? മനസ്സിലാവില്ല. സംസാരിക്കൂ. ഹലോ. ഹലോ ഉമ്മ, എന്റെ പേര് നന്ദന എന്നാണ്. ബോച്ചേറ്റി എന്നാ വിളിക്കുന്നത്. വീട്ടില് ബോച്ചേറ്റി വാങ്ങാറില്ലേ? ബോച്ചയുടെ ചായപ്പൊടി വാങ്ങാറില്ലേ? ഓക്കെ, അപ്പൊ അത് വാങ്ങിയിട്ട് അതിലൊരു 10 ലക്ഷം സമ്മാനം അടിച്ചിട്ടുണ്ട്. അത് പറയാൻ വിളിച്ചതാ. എന്താണ്? എങ്ങനെ? ഫിറോസ്ക്കാക്ക്. സന്തോഷായോ? എന്നിട്ടെന്താ ഒരു പുഞ്ചിരൊന്നും കാണാനില്ലല്ലോ? ഒന്ന് കാണട്ടെ. ഓക്കെ. ഹലോ. ഓക്കെ, അപ്പൊ എന്താ പ്ലാൻസ്? എന്താ ഇനി? നീ ആലോചിച്ചിട്ടൊക്കെ തീരുമാനിക്കണം അല്ലേ? അപ്പോ കൺഗ്രാറ്റുലേഷൻ. എനിക്ക് തോന്നി ഇതുവരെ ഒരു നമ്മള് കൊറേ പേർക്ക് അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്പൊ ചിലവരൊക്കെ ഇങ്ങനെ എന്താ ലാസ്റ്റ് വരെ വിശ്വസിക്കാതിരിക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ഇടലുണ്ട്, നമ്മളിങ്ങനെ വീഡിയോ കോൾ ചെയ്യണം. അതിന്റെ കാണാറുണ്ടോ?
നമുക്ക് നമ്മള് മെസ്സേജ് നോക്കൂലേ 100-500 മെസ്സേജ് നോക്കുമല്ലോ അപ്പൊ അതിനൊന്നും കണ്ടിട്ടില്ല ശരിക്കും. അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതൊക്കെ ബോച്ചേറ്റിയുടെ സർവീസിന്റെ നമ്പർ ഉണ്ടല്ലോ, അവരെ വിളിച്ചു കഴിഞ്ഞാല് കിട്ടും. കസ്റ്റമർ സർവീസിന്റെ നമ്പർ ഉണ്ട്, അതിലേക്ക് കോണ്ടാക്ട് ചെയ്താല് അവര് അപ്പൊ അതിലേക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളായിരിക്കും അവര് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യും കേട്ടോ. അവര് വിളിക്കും, അവരങ്ങോട്ട് വിളിക്കും. എന്റെ പേര് നന്ദന. ഞാൻ പാലക്കാടാ. അതെ അതെ. അപ്പൊ നമ്മള് ഏൽപ്പിച്ചപ്പോ നമ്മള് ഡയറക്റ്റ് ഒന്ന് വിളിച്ച് ഇൻഫോം ചെയ്യാനായിട്ട് വിളിച്ചതാണ്. ബാക്കിയായിട്ട് അവര് കോണ്ടാക്ട് ചെയ്യും. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ കാണാം. ഓക്കെ, ബൈ. അപ്പൊ ആളിതുവരെ വിശ്വസിച്ചിട്ടില്ല. കോള് കട്ട് ചെയ്യുന്നവരെയും അധികം എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇനി മേ ബി ടീം കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കാം ആൾക്ക് ടോട്ടൽ വിശ്വാസം വന്നത്. കാരണം നമ്മളിത് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോരുത്തരോട് പറയുമ്പോഴും അവർ ഫേക്ക് ആണോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ കോളൊക്കെ എടുക്കുന്നതും ഒക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വിജയമായിട്ട് കാണാം. ബൈ.